പി.വി. അൻവറിന്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട് യു.ഡി.എഫിനുള്ളിൽ കടുത്ത അഭിപ്രായ ഭിന്നത. മുസ്ലിം ലീഗ് ഇതിനായി സമ്മർദ്ദം ചെലുത്തുന്നുവെങ്കിലും മറ്റ് ഘടകകക്ഷികൾക്ക് താൽപര്യമില്ല. അൻവറിനെ മുന്നണിയിലെടുത്താൽ ഭാവിയിൽ വലിയ ബാധ്യതയാകുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് മുന്നണി പ്രവേശനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അൻവർ. കോഴിക്കോട് നിന്ന് ദിസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദിസ്ന, നമുക്കറിയാം അൻവറിന്റെ പല വെളിപ്പെടുത്തലുകൾ, അതിനുശേഷമുള്ള പുതിയ പാർട്ടി രൂപീകരണം, ഇപ്പോൾ യു.ഡി.എഫ് പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ നിലനിൽക്കുകയാണ്. കാരണം വി.ഡി. സതീശനോടക്കം പറഞ്ഞ കാര്യങ്ങളിൽ മാപ്പ് അപേക്ഷിച്ചുകൊണ്ടാണ് അൻവർ യു.ഡി.എഫ് പ്രവേശനത്തിനായി കാത്തിരിക്കുന്നത്. പക്ഷേ യു.ഡി.എഫിലേക്കുള്ള പ്രവേശനം അത്രത്തോളം എളുപ്പമാകുമെന്ന് കാണുന്നില്ല, അല്ലേ? അൻവറിന്റെ രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ തന്നെയും നമ്മൾ ചർച്ച ചെയ്താണ്. അതിൽ പ്രധാനമായും ആദ്യഘട്ടത്തിൽ വി.ഡി. സതീശനോട് ഉൾപ്പെടെ മാപ്പ് പറഞ്ഞു പിന്നീട് കോൺഗ്രസിലേക്ക് ചേക്കേറുവാനുള്ള അൻവറിന്റെ ശ്രമമൊക്കെ തന്നെ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തന്നെയാണ് മുന്നണി പ്രവേശനം ഉടനെ ഉണ്ടാവുമോ എന്ന ചോദ്യത്തിനാണ് അൻവർ പറഞ്ഞത്. അതായത് അടുത്തൊരു തിരഞ്ഞെടുപ്പിന് മുൻപ് കോൺഗ്രസിലേക്ക് ചേക്കേറാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അൻവർ ഉള്ളത് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ പാർട്ടിക്കുള്ളിൽ തന്നെ ഈ അൻവറിനെ കയറ്റുന്നതിൽ വലിയ രീതിയിലുള്ള ഭിന്നാഭിപ്രായങ്ങൾ രൂപപ്പെട്ടു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. പരസ്യമായി തന്നെ നേതാക്കന്മാർ ഇതിനെതിരെ, അൻവറിന്റെ പ്രവേശനത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്കറിയാം മുസ്ലിം ലീഗിന് മാത്രം ഈ അൻവറിനെ യു.ഡി.എഫിലേക്ക് കയറ്റുന്നതിൽ മൃദുവായ സമീപനം അവർ സ്വീകരിച്ചിട്ടുള്ളൂ. കാരണം നമുക്കറിയാം ന്യൂനപക്ഷ വോട്ടുകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട അൻവറിനെ കൂടെ നിർത്തിയാൽ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിൽ വോട്ടുകൾ ലഭ്യമാവും എന്നൊരു ധാരണയായിരിക്കാം അത്തരത്തിൽ മുസ്ലിം ലീഗ് യു.ഡി.എഫ് പ്രവേശനത്തിലേക്ക് അൻവറിനെ പിന്തുണയ്ക്കുന്നത് എന്നൊരു കാര്യവും പറയുന്നുണ്ട്. എന്തായാലും അൻവർ വലിയ രീതിയിൽ പ്രതീക്ഷ വയ്ക്കുന്നു. യു.ഡി.എഫിലേക്ക് തനിക്ക് ചേക്കേറാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് അൻവർ ഉള്ളത്. എന്നാൽ നേതാക്കന്മാരൊന്നും തന്നെ പ്രത്യക്ഷത്തിൽ ഈ അൻവറിന്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പിന്തുണയും നൽകിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. മാധ്യമങ്ങളൊക്കെ തന്നെയും ഈ ചോദ്യങ്ങൾ ആവർത്തിക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നു എന്ന കാര്യം മാത്രമേ ഈ കോൺഗ്രസിലെ പ്രധാന നേതാക്കന്മാരൊക്കെ തന്നെയും പറയുന്നുള്ളൂ. നമ്മൾ ആദ്യഘട്ടത്തിൽ തന്നെ കണ്ടതാണ്. അൻവർ വി.ഡി. സതീശനോട് ഉൾപ്പെടെയുള്ള ആളുകളോട് മാപ്പ് പറയുന്നു. പിന്നീട് തനിക്ക് ആ പാർട്ടിയിൽ ചേരണമെന്ന ആഗ്രഹമുണ്ട് എന്നൊരു കാര്യം പറയുന്നു. പിന്നീട് കത്ത് നൽകുന്നു. പിന്നീട് സമവായ ചർച്ചകളിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് അൻവർ ഉള്ളത്. പക്ഷെ അതോടൊപ്പം തന്നെ പരസ്യമായ എതിർപ്പുമായി നേതാക്കന്മാരും രംഗത്ത് വന്നു കഴിഞ്ഞു. ദേവിക.